24 hours ഹോസ്പിറ്റൽ അഡ്മിഷൻ മതി ശരിക്കും റൈനോപ്ലാസ്റ്റി. സാധാരണ ഇത് എത്ര ദിവസം വരെയാണ് ഹോസ്പിറ്റൽ സ്റ്റേ? ഈ ഒരു സർജറിയുടെ ഭാഗമായിട്ട് എത്ര ദിവസം പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടക്കും? സാധാരണഗതിയിൽ സർജറി നമുക്കൊരു 2 to 3 hours ആണ് എടുക്കുക. അതിപ്പോൾ റിബൊക്കെ എടുക്കണമെങ്കിൽ കുറച്ചൊരു അഡീഷണൽ 1 hour കൂടെ നമ്മൾ എടുക്കും. അപ്പോൾ ഈ ഒരു 3 hours സർജറി കഴിഞ്ഞ് നമ്മൾ സാധാരണ മൂക്കിൽ ചെറിയൊരു നേസൽ പാക്ക് ഉണ്ട്, ഒരു സ്പോഞ്ച് പോലത്തെ ഒരു പാക്ക് നമ്മൾ മൂക്കിൽ വെക്കും, ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാനും ഈ മൂക്കിൻ്റെ ഉള്ളിൽ ഹെമറ്റോമ ഉണ്ടാവാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഈ പാക്ക് എടുത്തിട്ട് പേഷ്യൻറ്റ് ഇഫ് എവറിത്തിങ് ഇസ് ഫൈൻ നമ്മൾ പേഷ്യൻറ്റിനെ 24 hours ഹോസ്പിറ്റൽ അഡ്മിഷൻ മതി ശരിക്കും റൈനോപ്ലാസ്റ്റി. ചെറിയൊരു നീർക്കെട്ട് മറ്റൊക്കെ ഉണ്ടാവും ഒരു 1 to 2 weeks. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യാം. ചെറിയൊരു ബ്ലഡ് സ്റ്റെയിനിങ് ഒക്കെ ചിലപ്പോൾ മൂക്കുന്ന് വരാം ആദ്യത്തെ ഒരാഴ്ച. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വന്ന് പേഷ്യൻറ്റ് നമ്മൾ ഈ ഫ്യൂച്ചറൊക്കെ റിമൂവ് ചെയ്ത് ചിലപ്പോൾ മൂക്കിൻ്റെ അകം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റ് ഈസ് ഫൈൻ ടു ഗോ ടു റെസ്റ്റ്. ഒരാഴ്ചക്ക് ശേഷമൊക്കെ അവർക്ക് ജോലിയൊക്കെ തുടരാം. എന്നാൽ ആ കംപ്ലീറ്റ് ഒരു ഫുൾ അപ്പിയറൻസ് ഇതൊക്കെ ക്ലിയർ ആയി നീരൊക്കെ ഫുള്ള് പോയിട്ട് വരണമെങ്കിൽ ചിലപ്പോൾ 2 ആഴ്ച മുതൽ 3 മാസം, വളരെ ചുരുക്കം പേരിൽ 6 മാസമൊക്കെ പിടിക്കും അത് കറക്റ്റ് ആ ഒരു ഷേപ്പും ഇതും കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ പിന്നെ ഒരു 2 weeks ഫോളോ അപ്പ്, പിന്നെ 1 month 3 month ഇങ്ങനെ 6 months ഒക്കെ പേഷ്യന്റിനോടൊന്ന് വന്ന് കാണാനും അപ്പം നമ്മൾ അതിൻ്റെതായ ഫോട്ടോസ് എല്ലാം എടുത്ത് പേഷ്യന്റിനെ റീഅസസ് ചെയ്യും. അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് നമ്മൾ